നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബാംബു ട്രക്കിങ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഇന്നാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കുറച്ച് വെയിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സൈഡാക്കി ഫുഡെല്ലാം ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. 2 ദിവസമായിട്ട് പുറത്തുനിന്നായിരുന്നു. കാരണം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചിറാപ്പുഞ്ചിയിൽ. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വണ്ടി സൈഡാക്കാനൊരു സ്ഥലമോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ എടുത്ത് പുറത്തുനിന്ന് കുക്ക് ചെയ്യണമല്ലോ. നമുക്കാണെങ്കിൽ ആ സൈഡിൽ ഷീൽഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാം അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കണം. അപ്പോൾ രാവിലെ തന്നെ കുക്കിംഗ് ആട്ടോ പരിപാടി. ഓൺ ദ വേ എന്തോ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ കണ്ടു അവിടെ സൈഡാക്കിയിട്ടുള്ളത്. ഇത് ഏതോ ഒരു അടച്ചു കിടക്കുന്ന ടൂറിസ്റ്റ് ലൊക്കേഷൻ്റെ അടുത്താട്ടോ. എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ അത്യാവശ്യം പാർക്ക് ചെയ്യാൻ സ്ഥലമെല്ലാം ഉണ്ട്. വണ്ടിയെല്ലാം ജസ്റ്റ് തുറന്നിട്ട് ഇന്ന് വെയിൽ കൊള്ളട്ടെ. എൻ്റെ സോളാറെല്ലാം മാക്സിമം കുറേ ഡൗൺ ആയിപ്പോയി. കാരണം വെയിലില്ലാത്തതുകൊണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. കറിക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോറടുപ്പത്ത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഫുഡിങ്ങിൻ്റെ പരിപാടിയാണ് ഫസ്റ്റ്. എന്നിട്ട് വേണം ബാംബു ട്രക്കിങ്ങിന് അങ്ങോട്ട് പോകാൻ. അത്യാവശ്യം നടന്ന് കയറാണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വെച്ച് വിടും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ചിറാപ്പുഞ്ചി സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ബാക്കി വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ ചിറാപ്പുഞ്ചി സൈഡിൽ നിന്ന് നമുക്ക് തീരെ വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ബെറ്റർ ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങളൊക്കെ തീർക്കുന്നതായിരിക്കും കേട്ടോ. പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ലോണം ലാൻഡ് സ്ലൈഡിങ് നടക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ റോഡ് കുറച്ച് വീതി കൂട്ടുന്ന പരിപാടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെളി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ചെളിയാണ്. ഒന്നാമത് വിസിബിലിറ്റി തീരെയില്ല കേട്ടോ. നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല മഴയാണ്. പോകുന്ന വഴിയിൽ ഇത് തന്നെയായിരിക്കും. നമുക്ക് കുറേ ദൂരം ഇതേ അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരമായിട്ടോ. ഞാൻ വർക്കെല്ലാം ചെയ്ത് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. ഇപ്പോൾ സന്ധ്യ ആയി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ആ വില്ലേജിലേക്ക് നമുക്ക് ഏകദേശം ഒരു 40-45 മിനിറ്റ് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് രാവിലെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ അവസ്ഥ ഉണ്ടോ ഞങ്ങൾ ഒന്നും കാണുന്നില്ല. ഒന്നാമത് സീറോ വിസിബിലിറ്റി ആണ്. ഫുള്ള് റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. നേരത്തെ ഒരു ആംബുലൻസ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താ വണ്ടിക്ക് ഇത്ര ചളി. ഇപ്പം മനസ്സിലായി. അതന്നെ സ്വർഗത്തിലാണോ നഗരത്തിലാണോ എത്തുമെന്ന് അറിയില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും വിസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നല്ലോണം കുറവാട്ടോ. അത്യാവശ്യം നല്ല മഴയാണ്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ആകെ പെട്ടുപോകും. കാരണം വേറെ ഡൈവേഴ്സിൻ്റെ ബോർഡോ കാര്യം ഒന്നുമില്ല. എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാണ്. ഒരു പായസം പരുവത്തിലാട്ടോ റോഡിലുള്ളത്. എങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു ഒരു ഫ്ലോയിൽ, അത്രയേ ഉള്ളൂ. ചളി കൊളാട്ടാ റോഡ് പണി. ഞാൻ എന്താ പോന്നോ ഫുള്ള് ചളിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായി കുറച്ച് ചളി ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പിന്നെ അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമ്മളിത് ആ ഗ്രാമത്തിലേക്കുള്ള ഡൈവേഴ്ഷൻ എടുത്തിട്ടാ. അപ്പോൾ നമുക്കൊരു റൈറ്റ് എടുക്കാനുണ്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗ്രാമത്തിൽ പോയിട്ട് കിടന്നുറങ്ങും കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന്. എന്തായാലും അവിടെ പോയിട്ട് കിടന്നുറങ്ങി രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതാണ് എൻ്റെ പ്ലാന്. അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ഉറക്കം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അങ്ങനെ ഇതാ രാവിലെ തന്നെ നമ്മൾ മേഘാലയയിലെ ഒരു ഫേമസ് സ്പോട്ടിലുള്ള കേട്ടോ. നമ്മുടെ ബാംബു ട്രക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത് റോഡ് സൈഡിൽ. അപ്പോൾ ബാംബു ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ്. ഓപ്പൺ ആണെന്നൊന്നും അറിയില്ല കേട്ടോ. രാവിലെ മഴക്കോട്ടലായിട്ട് പോകുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ഓപ്പൺ ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വരാം. രാവിലെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു കഫേ തുറന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. 8:30 തുറക്കുമല്ലോ. നമ്മൾ 8 മണി ആയുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂർ എന്തായാലും സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു ചായയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്കിങ് ആരംഭിക്കുക കേട്ടോ. ബാംബു ട്രക്ക് ടു മോറിംഗാങ് എന്തോ സ്ഥലം. തുടക്കം തന്നെ പഞ്ചാബിലാണ്. എന്തായാലും മുന്നോട്ട് നീങ്ങാം. ഈ വഴിയാണ് വരേണ്ടത്. നമുക്ക് ഇവിടം വരെ വണ്ടി കൊണ്ടുവരാം കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി രണ്ടാമത് എടുത്തിട്ട് വരാൻ തോന്നില്ല. പിന്നെ നമുക്കിനി ഈ വഴി ഇങ്ങനെ പയ്യെ ഇറങ്ങി പോകണം. കുറച്ച് മുന്നിലോട്ട് പോയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാംബു സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ചെറിയ മഴയെല്ലാം ഉണ്ട്. പിന്നെ വലിയ മഴയില്ല, അതുകൊണ്ട് സമാധാനം കേട്ടോ. മര്യാദക്ക് പോയിട്ട് വരാൻ പറ്റും.
എന്തായാലും പോയി നോക്കാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 100 റുപ്യാണ് പെർ ഹെഡ് വരുന്നത്. പിന്നെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇതാ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് സ്റ്റാർട്ട് ചെയ്തേട്ടാ. പോകുന്ന വഴി കുറച്ച് കല്ലെല്ലാം ഇട്ട സ്ഥലങ്ങളാണ് ബാമ്പു സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ടോട്ടൽ എനിക്ക് തോന്നുന്നു 3 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പയ്യെ ഇറങ്ങാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഭാഗ്യത്തിന് വലിയ മഴയൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ മഴയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പോകാൻ പറ്റുന്നുണ്ട്. ഫോണിലെല്ലാം കുറച്ച് വെള്ളം വീണിട്ട് കേട്ടോ, ഒരു ബ്ലർ എഫക്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെയുള്ള ടീമെല്ലാം കണ്ട ഈ മുള ഒരുപാട് നട്ട് പിടിപ്പിക്കും കേട്ടോ. ഈ മുള പോലത്തെ സാധനങ്ങളെല്ലാം ഇവർ ഇതും കൊണ്ട് മറ്റേ കൊട്ട പോലെയില്ല, ഇതാ ഇതുപോലെ കൊട്ടകളെല്ലാം കണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കും. പിന്നെ മഴക്കാലത്ത് തലയിൽ ഇടാൻ വേണ്ടിയല്ല ഇവർ അതാണ് ഉപയോഗിക്കുക. നമ്മളിത് കെട്ടിയ പോലെ തോർത്തൊന്നും കേട്ടിട്ടല്ല അവർ പോവുക. ഒരു മുറം പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഈ മറ്റേ ഓടനെ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഉണ്ടാവും. ചിലതിനുണ്ടാവും ചിലതിനുണ്ടാവില്ല. അപ്പോൾ അത് തലയിലിട്ടിട്ടാണ് പോവുക. അപ്പോൾ അവർക്ക് കുനിഞ്ഞ് നിന്നിട്ട് പണിയിലെടുക്കുമ്പോൾ ഈ വയലെല്ലാം പോയി പണിയെടുക്കുമ്പോൾ ഒന്നും പുറമൊന്നും നനയില്ല, അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലോരോ ഇവർ കുടയൊന്നും ഉപയോഗിക്കില്ല, അങ്ങനത്തെ സാധനങ്ങളാണ് എല്ലായിടത്തും ഉപയോഗിക്കുക. നല്ല രസമാണ്. ഓരോ നാട്ടിലും ഓരോ കാഴ്ചകൾ കേട്ടോ, അടിപൊളി. എന്തായാലും ഇത് കൊള്ളാം. ഫുള്ള് നമ്മളെ മറ്റേ ചീവീടിൻ്റെ കരച്ചിലെല്ലാം ആയിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അടിപൊളി വൈബ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് പോകാനുണ്ട്. അത് ശനിയാഴ്ച ഞാൻ പോകും കേട്ടോ. ശനിയാഴ്ച പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ശനിയാഴ്ച അങ്ങോട്ട് പോകാനെല്ലാം വെച്ചിട്ട് വെക്കുന്നത്. നോക്കാം, ഞായറാഴ്ച ക്ലോസ്ഡ് ആണ്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് പോകാൻ പറ്റൂ. ബാക്കി ദിവസം വർക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നോക്കാം. ഷില്ലോങ്ങൊക്കെ കുറേ ഉണ്ട് കാണാൻ ആ ഭാഗത്തൊക്കെ. മേഘാലയ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ. എല്ലാം അടിപൊളി സ്പോട്ടുകളാണ്. ഇനി സീസണിൽ ഞാൻ ഒന്നും കൂടെ വരും. സീസണിൽ എനിക്ക് വെള്ളം ഒന്ന് നല്ല പച്ച കളറിലൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തോ ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ബോഡി വെച്ചിട്ടുണ്ട് 20 റുപ്യ. ഒന്നുമില്ല, ഇത് കല്ല് വെച്ചേ ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. അവിടെ ഒരു പാമ്പിനെ കൊണ്ടൊരു മറ്റേ സാധനം ആക്കിയിട്ടുണ്ട്, മരത്തിൻ്റെ മുകളിലൊരു ട്രീ ഹൗസ് ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കേട്ടോ. ഇതൊന്നും ആവശ്യമില്ല, നമുക്കെന്തായാലും പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ, ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട്. പോകുന്ന വഴിയെല്ലാം കാണും. മഴക്കാലമായതുകൊണ്ട് ആ പുഴയിലെല്ലാം വെള്ളം വരുന്നത് നല്ല കലക്ക വെള്ളം കേട്ടോ. ഇനി ദൗക്യെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെള്ളമായിരിക്കും മിക്കവാറും നമുക്ക് കാണാനുണ്ടാവുക. നല്ല രസമുണ്ട്. ഫുള്ള് പാറക്കെട്ടുകളും കാടും മാത്രം. വാവ്, ഫുള്ള് ചീവീടിൻ്റെ കരച്ചിൽ. നൈസ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇറങ്ങി താഴെ റിവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ വാണിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവരെ ലാംഗ്വേജ് കേട്ടോ നമുക്കൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. ലാ മനാബാൻ പൈപ്പാൻഡ് എന്താ അറിയില്ല കേട്ടോ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. സോ നമ്മൾ ബാംബു ബ്രിഡ്ജസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഫസ്റ്റത്തേന്ന് പറയുന്നത് ഈ പുഴയ്ക്ക് ക്രോസ് ആയിട്ടാണ്. ഇത് ചെയ്യുന്നത് നല്ല രസം കേട്ടോ. അതായത് നമ്മളെ നാട്ടിലെ ചൂടിക്കയറും മറ്റേ ബാമ്പു മാത്രം കേട്ടോ. ഇതുകൊണ്ടാണ് ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം നൈസ് കേട്ടോ, അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. വലിയ വെള്ളമൊന്നുമില്ല പുഴയിൽ, പക്ഷെ അടിപൊളി. ഫുള്ള് ഏകാന്തത, നിശബ്ദം. ഇവിടെ ഒരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ പുഴക്ക് ക്രോസ് ആയിട്ടാണ് ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പറ്റും. നടക്കുമ്പോൾ ഇങ്ങനെ കുലുക്കുന്നുണ്ട് കേട്ടോ, നല്ല കുലുക്കുന്നുണ്ട്. വളരെ പഴയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ. ഇതാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വല് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം. ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഇവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കയറി പോകണം ഈ കാട്ടിലെ കൂടി. ഇനിയാണ് നമ്മളെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയൊരു അഡ്വഞ്ചറൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റിയൊരു റൂട്ട് തന്നെ കേട്ടോ. നല്ല ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് പയ്യെ കയറിയതാ അവിടെ എല്ലാം അത്ര കേട്ടോ. ഇതിലെ കൂടി നമുക്ക് ക്രോസ് ചെയ്ത് പോകാണ്ട്. എന്തായാലും പോയി നോക്കാം. സോ ഇനി അങ്ങോട്ട് നമ്മുടെ ബാംബു ബ്രിഡ്ജസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി അങ്ങോട്ട് ഓരോ പാറകൾ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്രിഡ്ജസ് ആണ്.
വളരെ പഴയ ഇതൊക്കെയാണ് കേട്ടോ. കുഴപ്പമില്ല, പൊട്ടിപ്പോകൊന്നുമില്ല. അതൊക്കെ നമുക്ക് വിശ്വസിച്ച് നടക്കാൻ പറ്റും കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും മുന്നോട്ട് നീങ്ങാം കേട്ടോ. വലിയ വലിയ മലകളിൽ എനിക്ക് കീഴടക്കാനുണ്ട്. ചെറിയൊരു അഡ്വഞ്ചറാണ്, വലിയൊരു അഡ്വഞ്ചർ എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് മനോധൈര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് കയറും. ഇനി അങ്ങോട്ട് അത്യാവശ്യം കയറാനാണ് കേട്ടോ. ഇനി നമുക്ക് മലേൻ്റെ സൈഡിൽ കൂടെയാണ് ബ്രിഡ്ജ് ഉള്ളത്. ബാക്കിൽ കാണുന്ന പോലെ ചെറുതല്ല. മലേൻ്റെ സൈഡിൽ അവർ മറ്റേ പാറയിൽ കമ്പിയിലടിച്ച് താത്തി അതിനകത്ത് പാമ്പുമെല്ലാം കെട്ടി വെച്ച കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. ബട്ട് കുറച്ച് ധൈര്യമുള്ളവർക്ക് സുഖമായിട്ട് പോവാം. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പോയാൽ പോട്ടേന്ന് വെച്ച് പോവാം. അത്രയും ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം കണ്ട ആ സൈഡിൽ നമുക്ക് പോകണം കേട്ടോ. നമ്മൾ ഇവിടുന്ന് തുടങ്ങും. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പയ്യെ പോവും. ഇങ്ങനെയാണ് പോവുക. അടിപൊളിയായിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല. ചെറിയ ചെറിയ വാട്ടർഫോള് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ, ഇഷ്ടംപോലെ. നമുക്കിതിൻ്റെ മുകളിലൊക്കെ കയറേണ്ടത് വളഞ്ഞ് 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 കയറി പോവാം കേട്ടോ. ഇവിടെ ഒരു കുളിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതിലെ കൂടെ ആയിരുന്നു റോഡ്, അതൊക്കെ അടച്ച് താഴെ കുളിക്കാൻ കൊള്ളാല്ലേ. ഇത് നമ്മളൊരു മെയിൻ സ്പോട്ട് കേട്ടോ, ഈ പാറേൻ്റെ ചെരുവിലെട്ടോ. 90 ഡിഗ്രി ചെരുവിലെ കൂടെയാണ് നമുക്കിനി പോകേണ്ടത്. പൊളി പൊളി, നല്ല എക്സ്പീരിയൻസ് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതൊക്കെ സുന്ദരമായിട്ട് നമുക്ക് പോകാൻ പറ്റും, പേടിക്കാനൊന്നുമില്ല. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല എന്താ പറയുക, ഇതിലെ കൂടെ നടക്കാൻ തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, സുഖമായിട്ട് പോവാം. ആൾക്കാരെല്ലാവരും ഭയങ്കര പേടിപ്പെട്ടിട്ടാണ് വരാറെന്ന് തോന്നുന്നു. കുറേ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് ഡേഞ്ചറസ് ട്രക്ക് എന്നൊക്കെ. അതിന് മാത്രമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട് നമുക്ക് പോവാം. പിന്നെ എന്തായാലും മുന്നോട്ട് പോകാം. ഇനിയുണ്ട് കേട്ടോ, ഇനി അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും മസ്റ്റായിട്ട് വരിക. ഇത് ഇവിടെ തന്നെ നമുക്ക് പാമ്പ് മുറിക്കാം. ഇവിടെ ഇഷ്ടംപോലെ പാമ്പുണ്ട് കാട്ടിൽ. പാമ്പ് മുറിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യലും കൊല്ലത്തിലൊന്ന് വൃത്തിയാക്കൽ വലിയ പണിയായിരിക്കും. സംഭവം കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. പൊളി പൊളി. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്ക് ഇതുവരെ മേഘാലയയിൽ കണ്ടതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടത്, ഒന്നും പറയാനില്ല. നല്ല കിടിലൻ കാടും അതുപോലെയുള്ള ആംബിയൻസും പോളി. ഇനി കുറച്ച് സ്ലോപ്പാണ്, സ്ലോപ്പ് ഇങ്ങനെ ചവിട്ടി കയറണം കേട്ടോ. ഉള്ള സ്ലിപ്പാവും, പക്ഷെ അവർ ക്രോസ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വീഴൊന്നുമില്ല. കുറേ ആൾക്കാർ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാജിൽ, ഭൈരവ്, ജഗദീഷ്, എന്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാട്, ഓ എന്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ. നോയ്സ് ഒന്നല്ല, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. ഫുൾ ചീവീട് പൊളി. ഇങ്ങനെ കയറിപ്പോയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറണം കേട്ടോ, കൊള്ളാം. ഇതാ നമ്മൾ കുറേ മുകളിലെത്തി കേട്ടോ, ഏകദേശം തീരാനായി തോന്നുന്നു. നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത് പുഴയല്ല, നമുക്ക് താഴെ കാണാൻ പറ്റുമോ. ഇതാ അതെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ പുഴ. ഇനി ഇങ്ങനെ പോകണം, കുറച്ചും കൂടി ഉണ്ട്. നൈസ്, പൊളി, ഒന്നും പറയാനില്ല. ഇനി തിരിച്ച് ഫുള്ള് ഇറങ്ങി പോകണ്ട കേട്ടോ. അതിൻ്റെ അത്ഭുതം ഇതല്ല, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ട
ആൾമേൽ നമുക്ക് എത്തണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. ഇത് ഫുള്ള് തിരിച്ചിറങ്ങിയിട്ട് അതുപോലെ കയറി പോകണം. ഓക്കെ, അടിപൊളി. മെയിൻ്റെനൻസിന് വേണ്ട കയറ് കാര്യങ്ങളിലിതാ അടിയുണ്ട്. എനിക്കൊന്നും നിങ്ങളുടെ ആൾക്കാരുണ്ടാവും, ഇപ്പം ആരും ഇല്ല. ഒക്കെ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാകും തോന്നുന്നു കേട്ടോ. എന്നാലും നമുക്ക് മെല്ലെ മുന്നോട്ട് നീങ്ങാം. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ എന്തായാലും താഴെ പോയി ചാവും, അത് ഉറപ്പ്, അങ്ങ് എത്തും. എന്നാലും അങ്ങനെ വീഴൊന്നുമില്ല, നൈസാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, വെരി നൈസ്. അങ്ങനെ കയറി കയറി ലാസ്റ്റ് നമ്മളിതാ ഒരു ചെറിയ വ്യൂ പോയിന്റിൽ എത്തി കേട്ടോ. കൊള്ളാം, നല്ലൊരു പാറയും അടിപൊളി സെറ്റപ്പും. എന്താ ഇവിടുന്ന് കുറച്ചുകൂടെ പോകാണ്ട് ഇതിലേ ഇറങ്ങിയിട്ട് നമുക്കത് ആ പാറേൻ്റെ മുകളിൽ വരെ എത്തണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അവിടെയാണ് അതിൻ്റെ എൻഡ്. പിന്നെ ഇതൊക്കെ തിരിച്ചിറങ്ങണം, തിരിച്ച് ഈ മല ഫുള്ള് ഇറങ്ങി അടുത്ത മല കയറണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തുള്ളൂ. താഴെ പുഴ കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും എല്ലാവരും വന്ന് ചെയ്യണം, അടിപൊളി വ്യൂ. മഴയെല്ലാം പോയി കേട്ടോ, ഒടുക്കത്തെ ചൂടായി. ട്രക്കെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ബോഡിയിൽ ഹീറ്റായി. എൻ്റെ കോട്ടെല്ലാം ഞാനിതാ തോർത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നടക്കാമല്ലോ, അതും കൂടെ നടന്നിട്ട് വരാം കേട്ടോ. ഇവിടെ ചെറിയ 2 ഷോപ്പെല്ലാം കാണാം കേട്ടോ. ഇത് ആരും നടത്തുന്നത് അറിയില്ല. ഇവിടം വരെ വരണമെങ്കിൽ തന്നെ പണിയായിരിക്കും. വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാം, ചെറിയ കച്ചവടക്കാർ. ഈ നാട്ടിലെ ചെറിയ ചെറിയ ടീമെല്ലായിരിക്കും കേട്ടോ. എന്തായാലും നമുക്കിനി കുറച്ചും കൂടെ പോകാണ്ട് ഈ വഴി താഴോട്ട് ഇറങ്ങണം, നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്. ലാസ്റ്റ് ഇങ്ങോട്ട് പോകുന്നത് കുറച്ച് പാറേൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളിലെല്ലാം കയറി പോകണം കേട്ടോ. അത് കുറച്ച് അഡ്വഞ്ചർ ഉണ്ട്. ഈ കാണുന്ന ഗ്യാപ്പേ ഉള്ളൂ, കുനിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ. ലാസ്റ്റത്തെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. വലിയ തടിമാടന്മാരാണെങ്കിൽ ഇങ്ങോട്ട് വരൂല കേട്ടോ. ഇത് ഞാൻ നേരത്തെ താഴേന്ന് കാണിച്ചൊരു പാറയാണ്. നമ്മളാ പാറ വരെ എത്തി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇനി ഒരു 5 മിനിറ്റും കൂടെ നടന്നാൽ നമ്മളെ സ്ഥലം എത്തി. നല്ല മറ്റേ ഇരുളിൻ്റെ എല്ലാം കഷ്ണമാണെന്ന് കേട്ടോ. കുറേ നിരത്തി ഇട്ടിട്ടുണ്ട്. എല്ലാം കാട്ടുമരങ്ങളാണ്. ഗ്രിപ്പിന് വേണ്ടി ഇട്ടേട്ടോ. ഇവിടെ കുറച്ച് ബാമ്പൂനെക്കാട്ടിയും ഗ്രിപ്പ് വേണം, അതുകൊണ്ട് ഇങ്ങനത്തെ മരങ്ങളാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേ ഇറങ്ങിപ്പോയിട്ട് ഇതാ അവിടെ എത്തിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഓ പൊളി. നോക്കി ഇറങ്ങിപ്പോണം, ഇത് പണി കിട്ടും, നല്ല പണി കിട്ടും. കാരണം ഇതാ ഇങ്ങനെയാണ് അവസ്ഥ. നല്ലോണം സ്ലിപ്പാവും, നല്ല മഴയാണ്. ഇനി നമുക്കിതാ ഇതിലേ പോയി നേരെ പോയി ഈ പാമ്പ് വഴി കയറി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് എത്തിയിട്ടാ. പൊളി, കൊള്ളാട്ടാ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ഇതുണ്ടോ, വീണ് കഴിഞ്ഞാൽ ആ തോട്ടിൽ പോയി പോകും, പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അടിപൊളി കേട്ടാ. ഒരിക്കൽ വാ, എന്തായാലും വരണം. മേഘാലയ എന്തായാലും വന്ന് കണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ നാട് പോലെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ ഡെസ്റ്റിനേഷൻ. ഒരുപാട് നേച്ചർ ഇഷ്ടംപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട്. നമ്മളിതാ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കാം കേട്ടോ. മാക്സിമം 3 ആളാണ് അലൗഡ് ഉള്ളത്. ബ്രിഡ്ജ് വളരെ വീക്കാട്ടോ, അതുകൊണ്ടാണ്. ഇത് അത്യാവശ്യം നല്ല സ്ലോപ്പ് ഉണ്ട് കേട്ടോ. ഒരു 80-85 സ്ലോപ്പ് ഉണ്ടെന്ന് പറയാം. 90 പറയാൻ കഴിയില്ല. എന്തായാലും കയറാം നമുക്ക്. അതും കയറി കേട്ടോ. ഇവിടെ എന്തൊക്കെയോ നിർമ്മിക്കുന്നുണ്ട്. നമ്മളെ തൂക്കുപാലത്തിൻ്റെ എല്ലാം ഒരു പില്ലറിലും പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല, നോക്കാം നമുക്ക്. നൈസ്. ഇതാ നമ്മൾ അവസാനത്തെ സെറ്റിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാറ കേട്ടോ. അതിൻ്റെ ടോപ്പിൽ നമുക്ക് എത്തേണ്ടത്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മറ്റേ നേരത്തെ കണ്ട പുഴ കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളി കേട്ടോ. മസ്റ്റ് ട്രൈ, ജീവിതത്തിൽ ഒരിക്കൽ
നമ്മുടെ ഹരിഹർ ഫോർട്ടെല്ലാം കുറേ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇതും ഒന്ന് ചെയ്യാം. അടിപൊളിയാ. ലാസ്റ്റ് സ്ട്രെച്ച് കേട്ടോ, കുറച്ച് അധികം ഉണ്ട്, നല്ല സ്ലോപ്പ് ഉണ്ട്. എന്തായാലും നമുക്ക് കയറാം. ഓക്കെ, ഇവിടെയല്ല ഇത് ഉറപ്പിച്ചത് കണ്ടോ നിങ്ങൾ? ഈ മുളയിൽ കുത്തിയിട്ട് നിൽക്കുന്ന കേട്ടാ, അത് നിങ്ങൾ ആലോചിക്കണം. ഈ ഫുള്ള് പാലവും ഈ പാറേൻ്റെ ചെരുവിൽ ഈ ഒരു മുളയിലാണ് നിൽക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും എന്താ കഷ്ടപ്പാട് നിറഞ്ഞാന്നെല്ലാം പറയില്ലേ, എൻ്റെ അമ്മീ ഒരു രക്ഷയില്ല കേട്ടാ. എന്ത് ഭംഗിയാണ്. ഓ ഹോ ഹോ. സോ ഫൈനലി നമ്മളിതാ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കീഴടക്കിയിട്ടുണ്ട്. അടിപൊളി. സായതാ നമ്മൾ നല്ല ആ പുഴേൻ്റെ വ്യൂ എല്ലാം കിട്ടും കേട്ടോ. അടിപൊളി വ്യൂ കിട്ടും, നല്ല രസമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ തടിയിലാണെങ്കിൽ നല്ല ട്രക്കിങ്. മഹാരാഷ്ട്ര ഉണ്ടായ സമയത്ത് ഫുള്ള് ട്രക്കിംഗ് ആയിരുന്നു. ഇപ്പം വളരെ കുറവാട്ടോ. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, കയറാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മഴയാണ്, പക്ഷെ ഫുള്ള് വേർത്തു. ഒന്ന് തടിയെല്ലാം നനങ്ങി കേട്ടോ. മേഘാലയയിൽ മിസ്സാക്കരുതെന്ന് പറയുന്ന ഒരു സ്പോട്ട് ഇതാട്ടോ മെയിനായിട്ട്. ഞാൻ കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ മൗസിൻ റാം ഭാഗത്തെല്ലാം ഒരുപാടുണ്ട് കാണാൻ. വാലീസാണ് മെയിനായിട്ട്. ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ട്രക്കിൻ്റെ എൻ്റെ കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചു പോകണം. ഇതാണ് ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കല്ല് എന്ന് പറയുന്നത്. കഴിഞ്ഞു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകട്ടോ. ഒരു 3/4 മണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുത്തു. നല്ല രസം, പീസ്ഫുൾ. ഒരു മനുഷ്യൻ പോലും ഇല്ല. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. പിന്നെ നല്ല കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോടമഞ്ഞ് കാര്യങ്ങളും കാണാം. ഇതാട്ടോ ലാസ്റ്റ് പോയിന്റ് നമ്മളെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകട്ടോ. അപ്പോൾ വന്ന വഴി നമ്മളിതാ തിരിച്ചിറങ്ങുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാനൊന്നും തോന്നൂല കേട്ടോ. നല്ല രസമാണ്. ശരിക്കും രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യണം. എനിക്കാണെങ്കിൽ ഇന്ന് വർക്കുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോയേ പറ്റൂ. ഇവിടെയാണ് ആദ്യം നമ്മൾ കണ്ട ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. അത് അവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇത് നമ്മളെ കുത്തനയിലെ സ്റ്റെപ്പുകളാണ്, നോക്കിയും കണ്ട് ഇറങ്ങണം. നീ വന്ന വഴിയെല്ലാം കയറി പോകാം കേട്ടോ, വേറെ രക്ഷയൊന്നുമില്ല. എല്ലാം നല്ല സ്റ്റീപ്പാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വരും കേട്ടോ, വന്ന് കാണുക, അത്രേ പറയാനുള്ളൂ. ഞാനിപ്പോൾ തിരിച്ചു പോവാണ്, പോയിട്ട് പണി തുടങ്ങട്ടെ കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്, വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, കുറേ കാലം കൂടി ട്രെക്ക് ചെയ്ത്, തടിയെല്ലാം ഒന്ന് അനങ്ങട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. മിക്കവാറും അടുത്തത് നമ്മുടെ ലിവിങ് റൂട്ട് പിടിച്ചായിരിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അതിന് മുന്നേ പോകുന്ന വഴിയിൽ വല്ലതും കണ്ടതിൻ്റെ ആൾ കയറും. അതങ്ങനെയാണ്, നമുക്ക് വല്ല പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നോക്കാം. അപ്പോൾ വിട പറയുന്നു, ബൈ. ഇനി എപ്പെങ്കിലും വരാം, വന്ന് കാണാം. വന്ന പോലെയല്ല കേട്ടോ, തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇതാ ഫുള്ള് കോട വന്ന് മൂടിയിട്ട് താഴോട്ടുള്ള വ്യൂ ഒന്നും ഇല്ല. പുഴയും കാര്യമൊന്നും കാണുന്നില്ല, ഫുള്ള് കോടയാട്ടോ. പാലമെല്ലാം കിടന്ന് ആടുന്നുണ്ട്, നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എൻ്റെ വെയിറ്റ് കൊണ്ടാണോ പാലത്തിന് സ്ട്രോങ് ഇല്ലാത്തതാണോ അറിയാം. മലയാളീസിനെ കണ്ടിട്ടോ, 3-4 പേരുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്ന ടീമാണ് കേട്ടോ. അവർ മുകളിൽ നമ്മളെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു മലയാളിയല്ലേ ഇത്. കാരണം ഇന്ന് രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും ഫസ്റ്റ് എൻ്റർ ചെയ്തതെന്നാണ് നമ്മളേട്ടോ. ഫസ്റ്റ് കയറിപ്പോയത് നമ്മളെ രാവിലെ, അത് കഴിഞ്ഞ് രണ്ടാമത് കയറുന്ന ഇവരേട്ടോ. 2 മലയാളീസ്, ഫുൾ മലയാളീസ്. വേറെ ആരും ഇങ്ങോട്ട് വരാറില്ലാന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും ഏത് കാട്ടിൽ പോയാലും മലയാളി ഉണ്ട് കേട്ടോ, അത് സത്യമാണ്. എന്താ അറിയില്ല, എവിടെ പോയാലും ഉണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ ഏകദേശം എത്തി കേട്ടോ. ഫുള്ള് കലക്ക വെള്ളമാണ്. ഇനി അധികം പോകാനില്ല കേട്ടോ. ഇനി മലേൻ്റെ താഴെത്തി
ഇനി ഈ മല നമ്മൾ തിരിച്ച് കയറണം. നമ്മൾ രാവിലെ ഇറങ്ങിയ മല, ഒരു മല ഇറങ്ങി ഇറങ്ങുക, അടുത്ത മല കയറുക. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. അവിടെയാണ് വണ്ടി ഉള്ളത്. വണ്ടി എടുക്കുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക. നല്ല വിശപ്പുണ്ട്. ഫുഡും കഴിച്ചിട്ട് വിടാം. ട്രക്കിങ്ങിന് ക്ഷീണം മാറ്റാൻ ചോറ് തിന്നോട്ടോ. അയ്യോ ബേസന്നൊരു കെട്ടിളക്കി പോയി. ഇന്നലെ രാത്രി ഒന്നും തിന്നില്ല, ഇന്നലെ ഉച്ചക്ക് തിന്നേ എല്ലാം കൂടി. അപ്പോൾ ഇതാ നമ്മുടെ ബാംബു ട്രക്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ. തിരിച്ചു പോയാലെ പരിപാടിയാണ്. ഫുള്ള് ചെളിയാണ്. ഇന്നലെ വന്ന കണ്ടീഷനാട്ടോ ഇത്. ഫുള്ള് ചെളിയാണ്. കുറേ ചെളിയെല്ലാം പോയി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോകുന്നത് വെച്ചാൽ ദൗക്കി ഭാഗത്തേക്കാണ്. ദൗക്കിയിലേക്കുള്ള യാത്ര തുടരാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ദൗക്കിയിലെ കാഴ്ചകളായിരിക്കും കേട്ടോ. എന്തായാലും മുന്നോട്ട് നീങ്ങാം. ഇവിടെ നെറ്റ്വർക്കിൻ്റെ എല്ലാം ചെറിയ പ്രശ്നം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.